ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്നരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും വന്ദനം ചൊല്ലുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവവചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 6 12 വചനം. സകലത്തിനും എനിക്ക് കർത്തവ്യം ഉണ്ട് എങ്കിലും സകലവും പ്രയോജനം ഉള്ളതല്ല. ഇത് പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു പ്രബോധനമാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കുറേ ഏറെ നിയമങ്ങളുടെ തടവറയിൽ കിടന്ന് ജീവിക്കുന്നതല്ല. തൊടരുത്, പിടിക്കരുത്, രുചിക്കരുത്, ഇങ്ങനെ കുറേയേറെ നിയമങ്ങൾ, അരുതുകളുടെ കുറേ പട്ടികകൾ, അതിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്നാരും ചിന്തിക്കരുത്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രമാക്കി എന്ന തിരുവെഴുത്തിലുണ്ട്. അതുകൊണ്ട് അടിമനുഖത്തിൽ വീണ്ടും നാം കുടുങ്ങിപ്പോകുവാൻ പാടില്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട്. ഈ വചനത്തിൻ്റെ അർത്ഥം സകലതും ചെയ്യുവാൻ എനിക്ക് അനുവാദമുണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട്. എന്നാൽ ഞാനത് ചെയ്യുന്നില്ല, കാരണം സകലതും എനിക്ക് പ്രയോജനം ഉള്ളതല്ല. തൻ്റെ ആത്മീയ ജീവിതത്തിന് പ്രയോജനം ഉള്ളത് ഏതാണ്, പ്രയോജനം നൽകാത്തത് ഏതാണ് എന്നുള്ള ഒരു പട്ടിക പൗലോസിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. നാം കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 10 23-24 വചനങ്ങളിൽ സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല, സകലത്തിനും എനിക്ക് കർത്തവ്യം ഉണ്ട് എങ്കിലും സകലവും ആത്മീക വർധന വരുത്തുന്നില്ല. പൗലോസിൻ്റെ തെരഞ്ഞെടുപ്പും വിവേചനവും ഇവിടെ വ്യക്തമാണ്. എനിക്ക് ആത്മീക വർധന വരുത്തുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്, ആത്മീക വർധന വരുത്താത്ത കാര്യങ്ങൾ ഏതൊക്കെയാണ്? എല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടെങ്കിലും എല്ലാം കാണാനുള്ളതും എല്ലാം തൊടുവാനുള്ളതും എല്ലാം രുചിക്കുവാനുള്ളതും എല്ലാം ആസ്വദിക്കുവാനുള്ളതും എല്ലാം കേൾക്കുവാനുള്ളതുമായ ഒരു സ്വാതന്ത്ര്യം എനിക്കുണ്ടെങ്കിലും ആ സ്വാതന്ത്ര്യം ഞാൻ ദുഷ്ടതയ്ക്ക് മറയാക്കുന്നില്ല. എനിക്ക് ആത്മീയ വർധന വരുത്താത്ത, പ്രയോജനപ്പെടാത്ത എല്ലാത്തിനോടും ഞാൻ അകലം പാലിക്കുന്നു, അല്ലെങ്കിൽ ഒഴിഞ്ഞിരിക്കുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഇന്ന് അനേകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? എന്നാൽ വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു ദൈവവേദത്തിൽ ചോദിക്കേണ്ട കാര്യം, ഞാനിത് ചെയ്താൽ അത് ദൈവത്തിൽ നിന്ന് എന്നെ അകറ്റുമോ, ദൈവത്തോടെ എന്നെ കൂടുതൽ അടുപ്പിക്കുമോ എന്നാണ്. ഒരുപക്ഷെ മറ്റുള്ളവർക്ക് നാം ചെയ്യുന്ന കാര്യം, നാം തെറ്റെന്ന് വിചാരിക്കുന്ന കാര്യം അവർക്ക് തെറ്റില്ലായിരിക്കാം. എന്നാൽ നമ്മെ സംബന്ധിച്ച് അത് ആത്മീയമായി വളരെ അപകടമാണ്. ഒരു ബന്ധം പാപമല്ലെന്ന് മറ്റുള്ളവർക്ക് തോന്നിയേക്കാം, എന്നാൽ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് അത് ആത്മാവിനെ തകർക്കുന്ന ഒരു കുടുക്കായിരിക്കാം. ഒരു ശീലം, അതിൽ കുഴപ്പമെന്താണ് എന്ന് മറ്റുള്ളവർ ചിന്തിച്ചേക്കാം. എന്നാൽ ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരുവന് അത് യോഗ്യമല്ല എന്നായിരിക്കാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ഞാൻ ഒന്നിനും അധീനനാവുകയില്ല. വിശുദ്ധ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത് ആത്മനിയന്ത്രണമാണ്. ക്രിസ്തുവിൽ ജീവിക്കുന്നവൻ ആഗ്രഹങ്ങളുടെ അടിമയല്ല, മോഹങ്ങളുടെ തടവറയിലല്ല, അവൻ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ് ജീവിക്കുന്നത്. ഇന്ന് പലരും മദ്യത്തിനും ദുഷ്ടചിന്തകൾക്കും മൊബൈലിനും അശുദ്ധ കാഴ്ചകൾക്കുമൊക്കെ അടിമകളാണ്. കോപത്തിനും അസൂയയ്ക്കും ലോകസുഖങ്ങൾക്കും അടിമകളായി ജീവിക്കുന്ന ധാരാളം വിശ്വാസികളുണ്ട്. പാപത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അത് ആദ്യം ഒരു അതിഥിയെ പോലെയാണ് വരുന്നത്, പിന്നീട് അതൊരു സുഹൃത്തിനെ പോലെ നമ്മോട് ഇടപെടും. ഒടുവിൽ അതിഥിയെ പോലെ വന്ന സുഹൃത്തിനെ പോലെ പെരുമാറിയ പാപം യജമാനനെ പോലെ നമ്മെ നിയന്ത്രിക്കുവാൻ തുടങ്ങും. അതുകൊണ്ടാണ് കയ്യനോട് ദൈവം പറഞ്ഞത്, പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു, നീ അതിനെ കീഴടക്കണം. ബൈബിൾ പറയുന്നു, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുന്നില്ല. വിശുദ്ധിയില്ലാതെ ആർക്കും കർത്താവിനെ കാണുവാൻ കഴിയത്തില്ല. ദൈവം നമ്മുടെ പ്രാപ്തിയേക്കാൾ, വാക്ചാതുര്യത്തെക്കാൾ, കഴിവിനേക്കാൾ, നമ്മുടെ പാരമ്പര്യ പ്രശംസകളെക്കാളൊക്കെ ദൈവം പരിഗണിക്കുന്നത്, ദൈവം നമ്മുടെ ശുദ്ധിയുള്ള ഹൃദയത്തെയാണ്.
മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ആത്മീയനായിട്ട് ജീവിക്കുവാൻ വളരെ എളുപ്പമാണ്. നല്ല രഹസ്യ ജീവിതത്തിൽ വിശുദ്ധരായിരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ലോകം നമ്മെ സ്വാധീനിക്കുവാൻ ശ്രമിക്കും. നമ്മുടെ മോഹങ്ങൾ നമ്മെ താഴോട്ട് വലിക്കുവാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. സാത്താൻ നമ്മളെ വീഴ്ത്തുവാൻ കെണികൾ ഒരുക്കും. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നിയന്ത്രിച്ചാൽ വിശുദ്ധ ജീവിതം ഒരു ഭാരമായിട്ട് നമുക്ക് തോന്നുകയില്ല. ദൈവ സാന്നിധ്യത്തിലേക്കുള്ള വഴിയാണ് വിശുദ്ധ ജീവിതം. വിശുദ്ധിയില്ലാത്ത പ്രാർത്ഥന, അതിന് ശക്തിയില്ല. വിശുദ്ധിയില്ലാത്ത ഒരു ആരാധനയ്ക്കും യാതൊന്നും സാധ്യമല്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് നാം ശോധന ചെയ്യുക. എന്നെ അടിമപ്പെടുത്തുന്ന എന്തെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടോ? ഞാൻ ഏതിൻ്റെയെങ്കിലും കാര്യങ്ങളിൽ അടിമയാണ്? ഞാൻ ഏതിന് അടിമപ്പെട്ടിരിക്കുന്നു എന്ന് നാം ചിന്തിച്ചാൽ നാം ഏതിനോട് തോറ്റിരിക്കുന്നു, അതിന് നാം അടിമപ്പെട്ടിരിക്കുന്നു എന്നാണ്. എനിക്ക് ലഭിച്ച ക്രിസ്തീയ സ്വാതന്ത്ര്യം ഞാൻ ദൈവമഹത്വത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? അതുകൊണ്ട് നമ്മുടെ കണ്ണുകളെ വിശുദ്ധമാക്കണം, ചിന്തകളെ വിശുദ്ധമാക്കണം, വാക്കുകളെ വിശുദ്ധമാക്കണം, ജീവിതത്തെ ദൈവത്തിന് യാഗമായ, പ്രസാദകരമായ ഒരു യാഗമാക്കണം. ഒടുവിൽ ശ്രദ്ധിക്കുക, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എനിക്കിഷ്ടമുള്ളത് എന്തും ചെയ്യുവാനുള്ള അവസരമല്ല, മറിച്ച് ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുവാൻ നമ്മെ സമർപ്പിക്കുക എന്നുള്ളതാണ്. സ്വർഗീയ പിതാവേ, അങ്ങയുടെ നല്ല വചനങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകണം. എല്ലാം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും സകലതും ആത്മീയ വർധന വരുത്താത്തത് കൊണ്ട് പ്രയോജനമുള്ളത് മാത്രം ജീവിതത്തിൽ സ്വീകരിപ്പാൻ, പ്രവർത്തിപ്പാൻ എല്ലാവർക്കും കൃപ കൊടുക്കണം.